കൊല്ലം കൊളത്തുപുഴ ചോഴിയക്കോട് 14 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പുനലൂർ പോക്സോ കോടതി. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവും പാങ്ങോട് വെല്ലുവയൽ മൂന്നുമുക്കുമുറി പ്രക്ഷോഭ മന്ദിരത്തിൽ ശിശുപാലന്റെ മകൻ കണ്ണനെയാണ് പുനലൂർ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2017 ജൂലൈ മാസം മുതൽ ഡിസംബർ മാസം വരെ പലതവണ ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും പിഴ ഒടുക്കാത്ത പക്ഷം 8 മാസം കഠിന തടവും ശിക്ഷയായി പ്രതി അനുഭവിക്കണമെന്നും വിധിയിൽ പരാമർശമുണ്ട്. ഇതുകൂടാതെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അതിജീവിതയ്ക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട്. ജീവപര്യന്തം തടവ് എന്നത് ജീവിത അവസാനം വരെ ആയിരിക്കുമെന്നും വിധിയിൽ പറയുന്നു. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഡിസ്ട്രിക്ട് ജഡ്ജ് TD ബൈജുവാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 24 സാക്ഷികളെയും 39 രേഖകളെയും ഹാജരാക്കി. പ്രതിഭാഗത്തുനിന്ന് 8 സാക്ഷികളെയും 9 രേഖകളെയും കോടതിയിൽ ഹാജരാക്കി. കുളത്തുപുഴ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന CL സുനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർന്നുള്ള അന്വേഷണം നടത്തിയത് അന്ന് പുനലൂർ DSPയും നിലവിൽ തൃശൂർ റൂറൽ SPയുമായ കൃഷ്ണകുമാർ ആയിരുന്നു. തുടർന്ന് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് പുനലൂർ DSP ആയിരുന്ന B വിനോദായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത്താണ് കോടതി മുൻപാകെ ഹാജരായത്. 14 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച സഹോദരി ഭർത്താവിനെ പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി 3 ജീവപര്യന്തം തടവും കൂടാതെ 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ കൊടുക്കാത്ത പക്ഷം വീണ്ടും 8 മാസം കൂടി കഠിന തടവ് പ്രതി അനുഭവിക്കണം. 2017 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കുളത്തൂപ്പുഴ ചോഴിയക്കോട്ടുള്ള പ്രതിയുടെ ഭാര്യയും അതിജീവിതയുടെ സഹോദരിയും താമസിച്ചിരുന്ന വീട്ടിൽ ഈ അതിജീവിതയായ കുട്ടി അവധി ദിവസങ്ങളിൽ പോയി നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് കുട്ടി ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. കുട്ടിയുടെ മറ്റൊരു സഹോദരൻ ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുള്ളതും ആയത് ഈ പ്രതിയുടെ ഭാര്യയെ കാണാനിടയായതും അതുവഴിയാണ് ഈ കേസിന് ആ സംഭവത്തെപ്പറ്റി പുറത്തറിയുന്നതും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും. കുളത്തുപുഴ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന CL സുധീറാണ് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇപ്പോൾ അന്നത്തെ പുനലൂർ DYSP B കൃഷ്ണകുമാർ, ഇപ്പം തൃശൂർ പോലീസ് റൂറൽ പോലീസ് ചീഫ് B കൃഷ്ണകുമാർ IPS ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചത്. തുടർന്നുള്ള അന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയത് B വിനോദായ പുനലൂരിലെ മുൻ DYSP ആണ്. പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് 39 രേഖകളും 24 സാക്ഷികളെയും വിസ്തരിച്ചു. പ്രതിഭാഗം തെളിവിലേക്ക് 8 സാക്ഷികളും 9 രേഖകളും ഹാജരാക്കിയിട്ടുള്ളതാണ്. കൂടാതെ ഈ കേസിന്റെ പ്രത്യേകത കോർട്ട് വിറ്റ്നസ് ആയിട്ട് ഒരു സാക്ഷിയെ വിസ്തരിക്കുകയും അതുവഴി 2 രേഖകളും കോടതി കേസിന്റെ പരിഗണനയ്ക്കായി എടുത്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ സുപ്രധാന വിധിയാണ് കഴിഞ്ഞ ആഴ്ച മറ്റൊരു 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലും ഫാസ്റ്റ് ട്രാക്ക് കോടതി 4 ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഈ കേസിലെ അതിജീവിതയ്ക്ക് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും പ്രത്യേക പരാമർശമുണ്ട്. ഈ ജീവപര്യന്തം തടവ് എല്ലാം ജീവിതകാല അവസാനം വരെ ആയിരിക്കുമെന്നും വിധിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ TD ബൈജു, ഡിസ്ട്രിക്ട് ജഡ്ജ് TD ബൈജു അദ്ദേഹമാണ് ശിക്ഷ വിധിച്ചത്. ഫോക്സ് TV ന്യൂസ് പുനലൂർ.